ഹായ്. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ചിലരെല്ലാം എക്സോസ്റ്റഡ് ആയിരിക്കും. അതായത് റെഗുലറായിട്ട് ഒരേ തരം പ്രവൃത്തികൾ ചെയ്തോ, ഒരേ തരം കടമകൾ നിർവഹിച്ചോ തളർന്നിട്ടുണ്ടാവണം. റെഗുലറായിട്ട് ചെയ്ത് അതിൽ തളർച്ച, അതിൽ റിസൾട്ട് കാണാത്തൊരവസ്ഥ, ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ, സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇരിക്കുന്നവരുണ്ടാവണം. ചിലർ ഇതുവരെ ഉള്ളതെല്ലാം നശിച്ചു പോകുമോ, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുമോ എന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവണം. എനിക്ക് ആവശ്യത്തിന് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവണം. രണ്ടായാലും ആ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതാണ്. തളർച്ചയാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. തൽക്കാലത്തേക്കൊന്ന് പോസ് ചെയ്യുക, ഒന്ന് നിർത്തിയിട്ട് ആലോചിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും തന്നെ ഒരു മെച്യൂരിറ്റി ഇന്ന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ എത്തിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും മാറ്റി വെച്ചിട്ട് ഉള്ളതിൽ തൽക്കാലം നന്ദി പ്രകടിപ്പിച്ചു തുടങ്ങുക. അപ്പോഴാണ് മാത്രമാണ് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിയോ ഒരു വെൽത്തോ അബണ്ടൻസോ ഒക്കെ വീണ്ടും ലഭിക്കാൻ തുടങ്ങുകയുള്ളൂ. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഈ റെസ്റ്റ് എടുക്കാനുള്ളവർ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഏതൊക്കെ രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു റീഗെയിൻ ചെയ്യാം എന്നാലോചിക്കുക. ഒന്നും കൂടെ റീഅലൈൻ ചെയ്യുക. ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം എൻ്റെ ജോലിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ എങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാം എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിക്കുക. ഒരു മെച്യൂറായി തിങ്ക് ചെയ്തിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലർ ബന്ധങ്ങളിൽ കോംപ്രമൈസ്ഡ് സിറ്റുവേഷനിലായിരിക്കാം. പുറമേക്ക് മാത്രം അഭിനയിക്കുക ഓക്കെ ആണെന്നുള്ളത്. എല്ലാവരും നോക്കുമ്പോൾ നല്ലൊരു ലൈഫാണ്, പക്ഷെ ഉള്ളിൽ പൊരുത്തമില്ലായ്മ ഉണ്ടായിരിക്കുക. അവരും ഒരു സ്വപ്നം കാണുന്നുണ്ടാവും, ഒരു നല്ല നാളെ, അല്ലെങ്കിൽ ഒരു ഹാർമണി റിലേഷൻഷിപ്പിൽ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് നല്ല ഹാർമണിയിൽ, നല്ല സന്തോഷത്തിൽ പോകാൻ പറ്റുമെന്ന്. നിങ്ങളത് സ്വപ്നം കാണുക, അല്ലെങ്കിൽ നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം അതും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അവസ്ഥ ഉണ്ടാകേണ്ടത്, അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്ത് തുടങ്ങുക. അങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോൾ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ചേഞ്ചസ് റിയാലിറ്റിയിൽ ഉണ്ടായി തുടങ്ങുകയുള്ളൂ.